ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ടൈം സീരീസ് അനാലിസിസിലെ സെക്കൻഡ് മെത്തേഡായ മെത്തേഡ് ഓഫ് സെമി ആവറേജസ് ആണ് നോക്കുന്നത്. നൗ കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ ഫ്രീ ഹാൻഡ് സ്മൂത്ത് കർവ് മെത്തേഡ് പഠിച്ചു. Now, in the method of analyzing time series, we have 5 different methods. The first one is freehand smooth curve. The second one is method of semi-averages. And ഇനിയുള്ള സെഷനുകളിൽ നമ്മൾ മൂവിംഗ് ആവറേജും വെയ്റ്റഡ് മൂവിംഗ് ആവറേജും ലീസ്റ്റ് സ്ക്വയർസും നമ്മൾ കാണും. സോ നമുക്ക് നോക്കാം ഈ മെത്തേഡ് ഓഫ് സെമി ആവറേജസ് എങ്ങനെയാണ് ചെയ്യുന്നത്. നൗ കഴിഞ്ഞ സെഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ആ സെഷൻ ഒന്ന് കാണുക, കാരണം ഇത് കണ്ടിന്യൂഷൻ ആണ്. നൗ മെത്തേഡ് ഓഫ് സെമി ആവറേജസ്, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ ഇത് തന്നെ, നേരത്തെ കഴിഞ്ഞ സെഷനിൽ തന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡാറ്റ സെയിം തന്നെ, ബട്ട് ഐ ഹാവ് ജസ്റ്റ് ചേഞ്ച് ദ ക്വസ്റ്റ്യൻ. ഫിറ്റ് എ ട്രെൻഡ് വാല്യൂ ഫോർ ദ ഫോളോയിങ് ഡാറ്റ യൂസിംഗ് ദ മെത്തേഡ് ഓഫ് സെമി ആവറേജ്. ഓക്കെ, സോ തന്നിരിക്കുന്നത് 6 വർഷത്തെ ഡാറ്റയാണ്. 91 തുടങ്ങി 96 വരെ. സെയിൽസ് ഇൻ തൗസൻഡ്സ് പെർ യൂണിറ്റും തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മെത്തേഡ് ഓഫ് സെമി ആവറേജ് വെച്ചിട്ട് ട്രെൻഡ് ലൈൻ ആണ്. ട്രെൻഡ് വാല്യൂ മീൻസ് എ ട്രെൻഡ് ലൈൻ. സോ ആദ്യം നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. OG കർവ്, നമ്മൾ നോർമൽ ആക്ച്വൽ ലൈൻ വരയ്ക്കണം. അതിനുശേഷം നമ്മൾ സെമി ആവറേജ് യൂസ് ചെയ്തിട്ട് ട്രെൻഡ് ലൈൻ വരയ്ക്കണം. ഇതാണ് നമ്മളുടെ ഏത് മെത്തേഡ് എടുത്താലും ദിസ് ഇസ് ദ ടെക്നിക് ദാറ്റ് വി യൂസ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് സെമി ആവറേജസ് ഈ ഒരു തന്നിരിക്കുന്ന ഡാറ്റയിൽ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന വർഷവും ഇയേഴ്സും സെയിലും നമ്മൾ വെർട്ടിക്കലി താഴേക്ക് എഴുതുന്നു. 91, 92, 93, 94, 95, 96 എന്ന വർഷങ്ങൾക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന സെയിൽസ് ഇൻ തൗസൻഡ്സ് പെർ യൂണിറ്റ് 91 20, 92 24, 93 22, 94 30, 95 28, 96 again 30. Now സെമി ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് 6 ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ വി ആർ ഗിവൺ വിത്ത് 6 ഡേറ്റാസ്. അതിന്റെ നേരെ പകുതി സെമി എന്ന് പറഞ്ഞ എത്രയാണ് 3. ഇഫ് 8 ഇസ് ഗിവൺ അതിന്റെ പകുതി 4. Now 10 is given അതിന്റെ പകുതി 5. So whatever is the number given അതിന്റെ പകുതി ഫസ്റ്റ് ഹാഫ് ആയിട്ട് എടുക്കുക, നെക്സ്റ്റ് ഹാഫ് അടുത്ത പകുതി. സോ ഇവിടെ 91 to 93 ഫസ്റ്റ് ഹാഫ് ആണ്, 94 to 96 സെക്കൻഡ് ഹാഫ് ആണ്. അപ്പൊ ഞാൻ അത് 2 കളറിൽ കാണിച്ചിട്ടുണ്ട്. ഈ 91, 92, 93യുടെ സെയിൽസിന്റെ ആവറേജ് ആണ് നമുക്ക് ഇനി അടുത്തത് കാണേണ്ടത്. നൗ 91, 92, 93യുടെ സെയിൽസ് 20, 24 and 22. സോ 20 പ്ലസ് 24 പ്ലസ് 22 കാണാം. 20 പ്ലസ് 24 പ്ലസ് 22 ഇസ് 66. എത്ര എണ്ണം ഉണ്ട്? യു ഹാവ് ടു ഫൈൻഡ് ദ ആവറേജ്. എത്ര വാല്യൂ ഉണ്ട്? 20, 24, 22 ഇസ് 3. സോ 66 ഡിവൈഡ് ബൈ 3 നമുക്ക് കിട്ടുന്ന വാല്യൂ 22 ആണ്. അടുത്ത സെക്കൻഡ് ക്വാർട്ടറിൽ 94, 95, 96 എന്ന 3 വർഷങ്ങളുണ്ട്. കറസ്പോണ്ടിങ് സെയിൽസ് 30, 28 ആൻഡ് 32 ആണ്. നൗ 30 പ്ലസ് 28 പ്ലസ് 32 90 ആണ്. ഈ സെയിൽസിന്റെ 30, 28, 32ന്റെ ഞാൻ സം എടുത്തു, 90 ആണ്. ആവറേജ് എടുക്കുമ്പോൾ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 3 എണ്ണം. 30, 28, 32 is 3 നമ്പർ. സോ 90 ഡിവൈഡ് ബൈ 3 is 30. നൗ അതുപോലെ ഇയേഴ്സും 3 വർഷമുണ്ട്, 91, 92, 93. അതിന്റെ മിഡിൽ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 92 ആണ്. 94, 95, 96ന്റെ ആവറേജ് മിഡിൽ വാല്യൂ 95 ആണ്. സോ 92ന്റെ വാല്യൂ 22 ആണ്. സോ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ, അതായത് ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്യുമ്പോൾ 92ന്റെ വാല്യൂ 22ഉം 95ന്റെ വാല്യൂ 30യുമായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യണം. നമുക്ക് നമ്മളുടെ OG കർവ്, അതായത് നോർമൽ ആക്ച്വൽ കർവ് ഞാൻ വരച്ചിട്ടുണ്ട്, ബട്ട് ഐ ജസ്റ്റ് ഷോ ഹൗ ഐ ഡ്രൂ ഇറ്റ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഇത് പുതുമയില്ല. സോ പ്ലീസ് വാച്ച് ദ വീഡിയോ. 91ന്റെ വാല്യൂ ഇസ് 20, 92ന്റെ വാല്യൂ ഇസ് 24, 93ന്റെ വാല്യൂ 22, 94 is 30, 95 is 28, so somewhere above 25, and 96 is 30. Now I have drawn the actual curve. This is called actual curve. Now we are supposed to draw the moving semi-average. We are supposed to draw the semi-average method. Semi-average വെച്ചിട്ടുള്ള
ട്രെൻഡ് ലൈനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. സോ വി ഗോട്ട് 2 പോയിന്റ്സ്. 92ന്റെ വാല്യൂ 22 ആണ്. 92ന്റെ വാല്യൂ, സോ ഐ പുട്ട് ദ 22 ഹിയർ. 92ന്റെ വാല്യൂ 22 എന്ന് കിട്ടി. 95ന്റെ വാല്യൂ 30 എന്ന് കിട്ടി. Where is 30? 30 is here. 30. So these are the 2 points that we got for semi-average. So ഈ 2 പോയിന്റ്സും ഗ്രാഫിൽ മാർക്ക് ചെയ്തതിനു ശേഷം ഡ്രോ എ ലൈൻ ദാറ്റ് പാസസ് ത്രൂ ദീസ് 2 പോയിന്റ്സ്. ഈ 2 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന ഒരു ലൈൻ നിങ്ങൾ വരയ്ക്കണം. ദാറ്റ് ഈസ് ആക്ച്വലി ദ ട്രെൻഡ് ലൈൻ. This is the trend line. So ഒന്നും കൂടി നമുക്ക് റിവൈസ് ചെയ്യാം. നമ്മൾ എന്താണ് ചെയ്തത്? വി ആർ ഡൂയിങ് ദ മെത്തേഡ് ഓഫ് സെമി ആവറേജസ്. മെത്തേഡ് ഓഫ് സെമി ആവറേജ് വെച്ചിട്ട് വി ആർ ട്രൈങ് ടു ഫിറ്റ് എ ട്രെൻഡ് ലൈൻ ഓർ ട്രെൻഡ് വാല്യൂ. നമുക്ക് തന്നിരിക്കുന്ന വർഷങ്ങൾ 6 എണ്ണമാണെങ്കിൽ യു ഡിവൈഡ് ബൈ 2. സോ യു വിൽ ഗെറ്റ് 3. ഫസ്റ്റ് ക്വാർട്ടറിൽ 3, സെക്കൻഡ് ക്വാർട്ടറിൽ 3. നൗ ഇമാജിൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 7 വർഷങ്ങളാണെന്നുണ്ടെങ്കിൽ മിഡിൽ നമ്പർ കളയുക. ഇഫ് 91 തുടങ്ങി 97 തന്ന 94 ഡിലീറ്റ് ചെയ്യുക, 94 ഇഗ്നോർ ചെയ്യുക. 91 to 93 ഫസ്റ്റ് ക്വാർട്ടർ, 96, 95, 96, 97 സെക്കൻഡ് ക്വാർട്ടർ, അങ്ങനെ എടുക്കുക. ഓക്കെ, സോ നമുക്കിപ്പോ തന്നിരിക്കുന്നതിൽ ഫസ്റ്റ് ക്വാർട്ടറിന്റെ ആവറേജ് എന്ന് പറയുന്നത് is 22. 20, 24, 22ന്റെ ആവറേജ് 22. 30, 20, 32ന്റെ ആവറേജ് 30. 92ഉം 95ന്റെ വാല്യൂ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തു. 92ന്റെ വാല്യൂ 22, 95ന്റെ വാല്യൂ 30, and you draw the trend line. So this is how you plot the trend value for the data using method of semi-average. So നിങ്ങൾ 2-3 പ്രോബ്ലംസ് എക്സ്ട്രാ ചെയ്തു നോക്കുക. വളരെ സിമ്പിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് മെത്തേഡ് ആണ്. ഐ ഹോപ്പ് യു എൻജോയ്. താങ്ക് യു.